വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ത്യയുടെ ആക്രമണം അതിന്റെ പദ്ധതി എന്താണ് എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഉയരുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കാർക്കും ഒന്നും അറിയില്ല ഇന്ത്യ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. കശ്മീർ ആണെങ്കിൽ ഇപ്പോൾ സമ്പൂർണ്ണമായി അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയോ നമ്മുടെ രാജ്യത്ത് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതിന്റെ ചെറിയ ചെറിയ സൂചനകൾ നമുക്കും ലഭിക്കുന്നുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പങ്കുവച്ചത്. ഇപ്പോ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോ പാകിസ്ഥാന്റെ പട്ടാളക്കാരെയൊക്കെ അവർ തിരിച്ചു വിളിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, പരിഭ്രാന്തരായിട്ടുള്ള പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ ഒറ്റ രാത്രി കൊണ്ട് പുറത്താക്കി കമാൻഡ് ISI മേധാവിക്ക് കൈമാറി എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു വാർത്ത. ഇത് പാകിസ്ഥാൻ ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, പാകിസ്ഥാൻ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഹാഫിസ് സെയ്ദിന്റെ സുരക്ഷ കൂട്ടുന്നു. ഇന്ത്യ പ്രതികാര ബുദ്ധിയോടുകൂടി തീർക്കണം എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു ഭീകരനാണ് ഈ ഹാഫിസ് സെയ്ദ് എന്ന് പറയുന്നത്. ഇപ്പൊ ജെയ്ഷെ മുഹമ്മദ് ഭീകരന്മാരെ പോലെ തന്നെ ഹാഫിസ് സെയ്ദ് എന്ന് പറയുന്നത്, ഇപ്പൊ മൂസ എന്ന് പറയുന്ന ഒരു ഭീകരനെ ഇതിന്റെ മൊത്തത്തിൽ ഒരു ഉത്തരവാദിത്വം അയാൾക്കാണെന്ന് പറഞ്ഞ് അയാളെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭീകരർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഇത് മാറിയിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. വിഷ്വൽസ് അടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ അടിച്ചിരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം വാർത്താവിനിമയ മന്ത്രി അവിടെ നിന്നും പറഞ്ഞത്. സമാനമായ രീതിയിൽ പാകിസ്ഥാനിൽ വലിയ സംഭവ വികാസങ്ങൾ നടക്കുന്നു. സുരക്ഷാ ഉപദേഷ്ടാവിനെ അടക്കം മാറ്റുന്നു, പുറത്താക്കുന്നു, ഹാഫിസ് സെയ്ദിന് സുരക്ഷ കൂട്ടുന്നു. ഭീകരന്മാരെ ഇന്ത്യ ലക്ഷ്യം വെച്ച് ഇന്ത്യ ആക്രമണം നടത്തുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമല്ലേ ഇത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ISI എന്ന് പറയുന്ന ചാര സംഘടന, ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്ന ഇത്തവണത്തെ ഇന്ത്യയുടെ തിരിച്ചടി എന്ന് പറയുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കില്ല. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ വിചാരിക്കുന്നത് ഇസ്രായേൽ ഇറാഖിൽ അടിച്ചതുപോലെ പാക് മിലിറ്ററി ബേസുകളും പിന്നെ ഈ ISI അടക്കമുള്ളവരുടെ ഈ ഭീകരന്മാരായിട്ടുള്ള ഈ കമാൻഡോകളെ ആയിരിക്കും മിക്കവാറും ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ്. ഈ റാവൽപിണ്ടിയിൽ നമ്മുടെ ഇയാളുണ്ടല്ലോ, പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് പോയി അഡ്മിറ്റ് ആയിട്ടുണ്ട്. അവിടെ ഒരു വലിയ മിലിറ്ററി ബേസ് ഉണ്ട്. അപ്പോൾ അയാൾ അവിടെ അഡ്മിറ്റായി ആശുപത്രിവാസം അനുഷ്ഠിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഇന്ത്യ ആ മിലിറ്ററി ബേസ് ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ, പ്രധാനമന്ത്രി അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ ധാർമ്മികമായിട്ട് അത് ലക്ഷ്യം വെക്കാതിരിക്കും എന്ന് ഇവർക്കൊരു ബോധ്യം ഉള്ളത് കൊണ്ടായിരിക്കാം ഇയാൾ അവിടെ പോയി അഡ്മിറ്റ് ആയത് എന്നാണ് ഞാൻ പേഴ്സണലി എൻ്റെ ഒരു അസംഷനിൽ നിന്ന് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണോ സംഭവിക്കാൻ പോകുന്നത്? ഭീകരവാദികളെയും ISIയും ആണോ ഇന്ത്യ ലക്ഷ്യം വെക്കാൻ പോകുന്നത്? എന്താണ് തോന്നുന്നത് ഇതിൽ? ഈ ലാസ്റ്റ് ടൈമിൽ നമ്മുടെ ഇന്ത്യയുടെ നീക്കം എന്താണെന്ന് ലോകരാജ്യങ്ങൾക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് വലിയ. ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് കോൺസ്പിറസി തിയറികൾ വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് സംശയങ്ങളും ഉണ്ടാകുന്നുണ്ട്. കാരണം ധനുഷ് ആദ്യം സൂചിപ്പിച്ച കണക്ക് ISIയുടെ മേധാവിയെ പിടിച്ച് അവരുടെ ദേശീയ ഉപദേഷ്ടാവ സ്ഥാനത്തേക്ക് കൊണ്ടിരുന്നു. ഇവിടെ പ്രധാനമായി ഉയരുന്ന ചോദ്യം, അവരുടെ സൈനിക മേധാവി മുനീർ എവിടെയെന്നൊരു ചോദ്യം പ്രധാനമായി ഉയരുന്നു. മുനീറിനെ കണ്ടിട്ട് 2 ആഴ്ചയിലേറെ. പണ്ട് ആ ഗിർവാണം പറഞ്ഞിട്ട് പോയതിന്റെ പിന്നാലെ പിന്നെ പുള്ളിയെ കണ്ടിട്ടേ ഇല്ല ആരും. അതിന് പിന്നാലെയാണ് പല ചാനലുകളിലും മുനീറിനെ അജ്ഞാതൻ തൂക്കി, മുനീറിനെ വധിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ വരുന്നുണ്ട്. നമ്മൾ ഇതൊന്നും സ്ഥിരീകരിക്കുന്നില്ല, നമുക്ക് അറിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതെ, അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു യുദ്ധ മുന്നണിയിലേക്ക് പോകുമ്പോൾ പ്രധാനമായിട്ടും വേണ്ട ഒരു കാര്യം, അവർക്കൊരു നായകനാണ് വേണ്ടത്. ഈ യുദ്ധമുന്നണി സേനാ നായകൻ വേണം. ആ സേനാ നായകനായിട്ട് നിൽക്കുന്ന മുനീർ ഇതുവരെ കളത്തിലില്ല, നമ്മളാരും കണ്ടിട്ടില്ല. കാരണം പാകിസ്ഥാൻ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയാണ്. കാരണം അവിടെ സൈനിക മേധാവികൾ തന്നെ ഈ നമ്മുടെ കവരപ്രസംഗം നടത്തുന്നതൊക്കെ വന്നിട്ട് പത്രക്കാരുടെ മുമ്പിലും സമ്മേളനങ്ങളൊക്കെ സംസാരിക്കുന്നവരുമാണ്. അപ്പൊ അദ്ദേഹത്തെ കാണുന്നില്ല. പൊടുന്നനെ പാകിസ്ഥാൻ പെട്ടെന്ന് അവരുടെ സൈനിക ഉപദേഷ്ടാവിനെ ആയിട്ട് ISIയുടെ തലവനെ പിടിച്ച് ആക്കുന്നു. ഇതിലൊരു സംശയമുണ്ട്, ഈ മുനീർ എവിടെ പോയി എന്ന് കുറെ നാളുകളായിട്ട് എല്ലാ മാധ്യമങ്ങളും ചോദിക്കുന്നുണ്ട്. നമ്മളും ആ ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ചുകൂടി നമുക്കൊരു സംശയം ബലപ്പെടുകയാണ്, മുനീറിനെ ഇനി ആരെങ്കിലും തട്ടിയോ അതോ മുനീർ രാജ്യം തന്നെ വിട്ടോ? അപ്പൊ അതുകൊണ്ടാണോ ധൃതി പിടിച്ച് പാകിസ്ഥാൻ ഇപ്പോൾ അവരുടെ ഒരു ദേശീയ ഉപദേഷ്ടാ സ്ഥാനത്തേക്ക് ISIയുടെ തലവനെ കൊണ്ടുവരുന്നത് എന്നൊരു ചോദ്യം വരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹാഫിസ് സെയ്ദിന്റെ ഒരു കാര്യമാണ്. ഈ ഹാഫിസ് സെയ്ദിന്റെ കാര്യം വളരെ രസകരമാണ്. കാരണം ഹാഫിസ് സെയ്ദ് 46 വർഷമായിട്ട് പാകിസ്ഥാൻ തടങ്കലിലാണ് എന്നാണ് പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഹാഫിസ് സെയ്ദിനെ ഇന്ത്യ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലാണ്, അതുപോലെ മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ടെററിസ്റ്റ് ആയിട്ടാണ് നമ്മൾ കരുതുന്നത്. ഐക്യരാഷ്ട്രസഭ കൊടും ഭീകരനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് കൂടാതെ അമേരിക്ക ഭീകരനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ഭീകരനായിട്ട്, ചൈന ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളും ഭീകരനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു വ്യക്തി. അതായത് ഇന്റർപോൾ തിരയുന്ന, ഇല്ലെങ്കിൽ റെഡ് കോർണർ നോട്ടീസ് അടക്കമുള്ള, അത് ആർക്കും ഇയാളെ വധിക്കാം. അതാണല്ലോ ഈ ലോകത്തെ മുഴുവൻ ഒരാളെ ഭീകരനായിട്ട് ചിത്രീകരിച്ചത്. അയാളെ ആർക്കും വധിക്കാം, അതിന് ചോദിക്കാനും പറയാൻ ആരും വരില്ല. പാകിസ്ഥാൻ അടക്കം ചോദിക്കാൻ നിയമപരമായിട്ട് റൈറ്റ് ഇല്ല, കാരണം ഭീകരനാണല്ലോ കൊല്ലുന്നത്. പക്ഷെ പാകിസ്ഥാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇയാളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. 77 വയസ്സുണ്ട്. അപ്പൊ ഈ വ്യക്തി ഇടയ്ക്കിടയ്ക്ക് ഇവർ പറയും
വൃക്ക രോഗം വന്ന് ഹോസ്പിറ്റലൈസ്ഡായി. ഇനി അങ്ങനെ അസുഖം ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. പക്ഷെ ബാലക്കോട്ട് നമ്മൾ നടത്തിയ ആ സർജിക്കൽ സ്ട്രൈക്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഈ ആഫീസ് ചെയ്താണെന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷെ അയാള് ഒരു തലനാരിഴ വ്യത്യാസത്തിന് അവിടുന്ന് രക്ഷപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ സർജിക്കൽ സ്ട്രൈക്ക് മനസ്സിലാക്കി രക്ഷപ്പെട്ടതല്ല, ആ തകർന്ന കെട്ടിടങ്ങളിൽ ഏതിലോ ഒന്നിലുണ്ടായിരുന്നു. പക്ഷെ അതിന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നീട് ഇയാൾക്ക് ഡെയിലി ഡയാലിസിസ് വേണമെന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്ന കഥകൾ. നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തതയില്ല. അങ്ങനെയുള്ള ഹോസ്പിറ്റലൈസ്ഡ് ആകുകയായിരുന്നു. ആദ്യം മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വാർത്തകൾ വന്നത്. പിന്നെ ഇയാള് ഹോസ്പിറ്റലൈസ്ഡ് ആകുകയായിരുന്നാണ് കേട്ടത്. ഇപ്പം അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് ലാഹോറിൽ തന്നെ ഏറ്റവും ജനവാസ കേന്ദ്രത്തിലാണ് ഇദ്ദേഹത്തെ ഇപ്പൊ പാർപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഇന്ത്യ ഈ ജനവാസ കേന്ദ്രങ്ങളിൽ വലിയ അറ്റാക്ക് നടത്താൻ തുനിയില്ല. കാരണം വലിയ ജനങ്ങളുള്ളതിന്റെ നടുക്ക് കൊണ്ട് ഇവരെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് വലിയ ബോംബിങ്ങോ വലിയ മിസൈൽ അറ്റാക്കോ നടത്താൻ കഴിയില്ല. അപ്പോൾ നടക്കുന്നത് വളരെ കൃത്യതയുള്ള ഒരു ആക്രമണമായിരിക്കും. ഇസ്രായേലൊക്കെ ചെയ്യുന്നതൊക്കെ സ്പോട്ട് ചെയ്തിട്ട് അവിടെ കൊണ്ട് നടക്കുന്ന ഒരു ആക്രമണമായിരിക്കും പ്രതീക്ഷിക്കുന്നത്. പിന്നെ അവർ ഈ കമാൻഡോകളെ കൂടുതൽ മറ്റും വിന്യസിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അവർ പ്രതീക്ഷിക്കുന്നത് അജ്ഞാതന്മാരുടെ ഒരു വിളയാട്ടം, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള അജ്ഞാതന്മാർ ആരെങ്കിലും അവിടെ കയറി ഈ സമയം കൊണ്ട് തീർക്കാനും മതി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവർ CCTV സ്ഥാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ അവരുടെ സൈന്യത്തിൽ നിന്നും മുമ്പ് പിരിഞ്ഞു പോയിരുന്ന കമാൻഡോകളെയൊക്കെ കൂടുതൽ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് പാകിസ്ഥാൻ ഈ വിഡ്ഢിത്തം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലോകത്തിന് മുമ്പിൽ അവർ തുറന്നു കാണിക്കുകയാണ് ഹാഫിസ് സേഫ് ആണ്. എന്നിട്ട് അതിന് താഴെ ഈ വാർത്ത മുഴുവൻ ചാനലിലുള്ള വിഷ്വൽ സഹിതം വന്നു, ഈ ഹാഫിസ് സയ്യിദിന്റെ വീട്ടിൽ ഇത്ര പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതൊക്കെ. അപ്പൊ അവര് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഹാഫിസ് സയ്യിദിനെ വീട്ടു തടങ്കലിലാക്കിയിരിക്കുകയാണ്. കാരണം അവരാണല്ലോ ഓൾറെഡി പറഞ്ഞത് 46 വർഷമായിട്ട് ഞങ്ങളുടെ തടങ്കലിലാണെന്ന്. ഈ തടങ്കലിൽ ഈ വ്യക്തിയെ നമ്മൾ അവസാനമായിട്ട് കാണുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. അന്നാണ് വന്നിട്ട് നമുക്കെതിരെ കുറെ ഗീർവാണങ്ങളൊക്കെ മുഴക്കിയായിരുന്നു. അപ്പൊ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഈ സിന്ധു നദി ജലം നമ്മൾ തടയുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം അതിനുശേഷമൊക്കെയാണ് ഫെബ്രുവരിയിൽ ഒരു പൊതു റാലിയിൽ പങ്കെടുത്തിട്ട് ഇദ്ദേഹം പറഞ്ഞത് എന്തെങ്കിലും അങ്ങനെ ഇന്ത്യ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ അവസാനം വരെ കുറെ ഗീർവാണങ്ങളൊക്കെ അടിച്ചു പോയത്, പിന്നെ കണ്ടിട്ടില്ല. രണ്ടാമത് ഗീർവാണം അടിച്ച ആള് മുനീറാണ്, കണ്ടിട്ടില്ല. പക്ഷെ മുനീറിന് ഇപ്പൊ ഒരു പകരക്കാരന് പാകിസ്ഥാൻ കണ്ടെത്തി കഴിഞ്ഞു. ആഫീസ് ചെയ്തതിന് എന്തായാലും അതേപോലൊരു പകരക്കാരനെ കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ അദ്ദേഹത്തെ ബില്ലാദിനെ കൊന്നിട്ട് ചോദിക്കാനും പറയാൻ ആരും ഇല്ലായിരുന്നു. കാരണം അയാൾ മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ഒരു ഭീകരനായതുകൊണ്ടാണ്. അപ്പൊ ഹാഫിസ് സയ്യിദിന്റെ കാര്യവും ആ ഒരു തരത്തിലാണ്. ഇപ്പൊ പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത് ഒരിക്കലും ഇന്ത്യ ഒരു ഫുൾ സ്കെയിലിലേക്ക് ഒരു വാറിലേക്ക് പോവില്ല. ഇന്ത്യ നടത്താൻ ഉദ്ദേശിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതായത് ഇവർക്ക് സഹായം നൽകുന്നത് ഈ സൈന്യവും, നേരത്തെ ധനുഷ് സൂചിപ്പിച്ചത് ഈ ISISയുടെ വലിയ സഹായമാണ് ഇവർക്ക് മെയിൻ ആയിട്ടുള്ളത്. ഇപ്പൊ ആക്രമണം നടത്താൻ ഇവർക്കിപ്പോ ഫണ്ട് കിട്ടിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ US, അമേരിക്ക അവരുടെ F-16 വിമാനങ്ങൾ പരിപാലിക്കുന്നതിന് ഒരു തുക കൊടുക്കും വർഷാവർഷം. അങ്ങനെ $400 മില്യൺ, ബില്യൺ അല്ല $1 മില്യൺ ഇതിന്റെ പരിപാലന ചെലവ് കൊടുക്കും. കാരണം അവർ വിമാനവും കൊടുക്കുന്നുണ്ട്, യുവമാർക്ക് ഗതിയില്ലാത്തത് തൂത്ത് തുടച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒരു $400 മില്യൺ കൊടുക്കും വർഷാവർഷം. വേറെ ഒരു രാജ്യവും ചെയ്യാത്ത കാര്യം. ആ $400 മില്യൺ കൊടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഈ കാര്യം നടന്നിരിക്കുന്നത്. ഇപ്പൊ ഈ അമേരിക്ക കരുതുന്നത് അവർ കൊടുത്ത ഈ $400 മില്യൺ ISI വക മാറ്റിയത്, സൈന്യം അത് ISIക്ക് കൊടുത്തു, ISI അത് വക മാറ്റിയിട്ട് ഈ പൽഗാം ടെറർ അറ്റാക്കിന് വേണ്ടിയിട്ട് വിനിയോഗിച്ചു എന്നുള്ളതാണ്. ബാക്കി പൈസ പിന്നെ അവിടുത്തെ രാഷ്ട്രീയക്കാരും പട്ടാള മേധാവികളും കൂടെ അടിച്ചെടുക്കുന്നതാണ് പാകിസ്ഥാൻ ഒരു പതിവ്. ബാക്കി അവരെ അടിച്ചെടുത്ത് കാണുമായിരിക്കും. അപ്പം ഇതാണ് അമേരിക്കയ്ക്ക് ഒരു ഇത്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ തുടക്കം മുതൽ തന്നെ ഈ പൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷം തുടക്കം മുതൽ തന്നെ ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ നിമിഷം വരെ നടത്തിയ സ്റ്റേറ്റ്മെന്റിൽ ആകെ നടത്തുന്നത് നമ്മുടെ രാജ്യത്തു നിന്ന് ഒരാൾ മാത്രമാണ്, ശ്രീമാൻ നരേന്ദ്രമോദിയാണ്. പ്രധാനമന്ത്രി മാത്രമാണ് ഇതിനെക്കുറിച്ച് സ്റ്റേറ്റ്മെന്റ് നടത്താറുള്ളത്. ഒരു രാഷ്ട്രീയ നേതാക്കൾ പോലും നടത്താറുള്ളത്. നമ്മുടെ കേരളത്തിലെ പോലും BJPയുടെ രാഷ്ട്രീയ കോൺഗ്രസിനും നടത്താറുണ്ട്. അപ്പോ അദ്ദേഹം അതിൽ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമാണ്, പാകിസ്ഥാന്റെ പേര് അദ്ദേഹം എങ്ങും യൂസ് ചെയ്യുന്നില്ല. അദ്ദേഹം പറയുന്നത് മുഴുവൻ ഭീകരതയ്ക്കെതിരെ. കാരണം ഭീകരതയ്ക്കെതിരെ അടിക്കാൻ ഇന്ത്യക്ക് റൈറ്റ് ഉണ്ട്. അത് ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യ കൊടുത്തൊരു റൈറ്റ് ഉണ്ട്. അതായത് ഭീകരന്മാരെ അതിർത്തി കടന്ന് ആക്രമിക്കാം. ഇന്ത്യക്കും ലോകരാജ്യങ്ങൾ നൽകിയ ഒരു റൈറ്റ് ഉണ്ട്, അതിർത്തി കടന്ന്. നമ്മളൊരു രാജ്യത്തെ അല്ല ആക്രമിക്കുന്നത്. പാകിസ്ഥാനെ നമ്മൾ ആക്രമിക്കുന്നു എന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ മാധ്യമങ്ങളും അതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ ആളുകളൊക്കെ പാകിസ്ഥാനെ അടിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളുടെ നിയമപരമായി നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു പ്രിവിലേജ്, മറ്റു രാജ്യങ്ങൾ തന്നിരിക്കുന്ന പ്രിവിലേജ്, നമ്മൾ മുൻപോട്ട് വെക്കുന്ന നിലപാട് ഭീകരതയെ അതിർത്തി കടന്ന് അടിക്കും, അവരെ പിന്തുണയ്ക്കുന്നവരെ അടിക്കും. ഇവിടെയാണ് ധനുഷ് പറഞ്ഞ ഈ ISISയുടെ ടീമിനെ അടിക്കും എന്നുള്ളതും അവരുടെ സൈനിക കേന്ദ്രങ്ങൾ അടിക്കും എന്നുള്ളതും വരുന്നത്. കാരണം പാകിസ്ഥാന്റെ സൈന്യവും ഈ ISIയുമാണ് ഈ പറയുന്ന ഈ ഭീകരന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് പിന്തുണ നൽകുകയും ഫണ്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഭീകരന്മാരെ അടിക്കുന്നു, അതായത് അവരുടെ ലോഞ്ചിങ് പാഡുകൾ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ POK ലോഞ്ചിങ് പാഡുകൾ കംപ്ലീറ്റ് അവർ മാറ്റി എന്നാണ് അറിയാൻ കഴിയും. പിന്നെ ഇന്ത്യ നോട്ടമിട്ടിരിക്കുന്ന ഭീകരന്മാർ, ദാവൂദ് അടക്കമുള്ളവരുണ്ട്. അവരൊക്കെ ഇപ്പോഴും പാകിസ്ഥാനിൽ തന്നെ ഉണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത വാർത്ത. ഒരു പക്ഷെ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾക്ക് കൃത്യമായി തന്നെ അറിയാം. എന്നെ അതിശയിപ്പിച്ച കാര്യം അതൊന്നുമല്ല. നമ്മുടെ ഈ
ഹാഫിസ് സയ്യിദിന്റെ വീടിന് സെക്യൂരിറ്റി കൊടുത്തതും ഉള്ള വിഷ്വൽസ് പുറത്തു വിട്ടത് ഇന്ത്യയിലെ മീഡിയാസ് ആണ്, മാധ്യമങ്ങളാണ്, പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ. അപ്പോ ഈ ഒരു ഇത്രയും ടൈറ്റ് സെക്യൂരിറ്റി കൊടുത്ത് അവർ ഒളിവിൽ വെച്ചിരിക്കുന്ന ഒരാളുടെ വിഷ്വൽസ് വളരെ സിമ്പിൾ ആയിട്ട് ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് കിട്ടുമെങ്കിൽ നമ്മുടെ ഏജൻസി എത്ര കൃത്യമായിട്ട് തന്നെ അതിൽ ഇരിക്കുന്ന സീറ്റ് പോലും നമ്മൾ, ഇല്ലെങ്കിൽ അയാൾ ഇരിക്കുന്ന റൂം പോലും കൃത്യമായിട്ട് നമ്മുടെ ഏജൻസിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഇരിക്കുന്നത് നമ്മളെ കണക്കുള്ള ചാനലുകൾക്ക് ആ വിഷ്വൽസ് കിട്ടുന്നുണ്ട്. ഹാഫിസ് സയ്യിദിന്റെ വീട്ടില് പിന്നെ കമാൻഡോ വെച്ചിരിക്കുന്നത്, അവർ സംസാരിക്കുന്ന വിഷ്വൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് യാതൊരു ഇന്റലിജൻസ് സംവിധാനങ്ങളും കാര്യങ്ങളും ഇല്ലാഞ്ഞിട്ട് നമ്മളെപ്പോലുള്ള മാധ്യമങ്ങൾക്ക് അത് കിട്ടുമെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾക്ക് അതിലൊക്കെ എത്രയോ ഉപരി അത് തന്നെയാണ് പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നത്. കാരണം ഇന്ത്യൻ മാധ്യമങ്ങളുടെ പോലും ഇവന്മാരുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത് കൊടുക്കുമ്പോൾ സൈന്യത്തിന്റെ കാര്യത്തിൽ എന്തായിരിക്കും? മുമ്പ് നമ്മൾ ഈ കേട്ടിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഹാഫിസ് സയ്യിദിനെ വധിക്കാനായിട്ട് ഒരു വലിയ ഓപ്പറേഷൻ നമ്മൾ പ്ലാൻ ചെയ്തു. ബൈക്കിലെത്തിയ രണ്ടുപേര് അദ്ദേഹത്തിന്റെ വീടിന്റെ മുൻപിൽ സ്ഫോടനം നടത്തുന്നുണ്ടായി. പക്ഷെ പുള്ളി അവിടെയും സേഫായിട്ട് രക്ഷപ്പെട്ടിരുന്നു. മറ്റൊന്ന്, ദാവൂദിന്റെ വീട്, എനിക്ക് തോന്നുന്നു റിപ്പബ്ലിക് ചാനലാണെന്ന് തോന്നുന്നു, ദാവൂദിന്റെ വീടടക്കം ലൈവ് ചെയ്തിരുന്നവര്. റിപ്പബ്ലിക്കിന്റെ തുടക്ക കാലഘട്ടത്തിലായിരുന്നു റിപ്പബ്ലിക് ചാനൽ. എന്നിട്ട് 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ലൈവ് ഇതായിരുന്നു, വാർത്താ പരിപാടിയാണ്. രാവിലെ മുതൽ തന്നെ ലൈവായിട്ട് കാണിക്കുകയാണ് ഇവിടെയാണ് ദാവൂദ് ഇബ്രാഹിം ഉള്ളത്. അതാണ് ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് പോലും അത്രയും കപ്പാസിറ്റി ഉള്ളിടത്താണ് ഇന്ത്യക്കാരെ, അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തെ ഈ പാകിസ്ഥാൻ വളരെയധികം ഭയക്കുന്നു. കാരണം മാധ്യമങ്ങൾക്ക് പോലും ആ വിഷ്വൽസ് എടുക്കാൻ പറ്റുന്നുണ്ട്. അല്ല, ഇതിൽ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം, നമ്മൾ ഈ ഇറാൻ പട്ടാളത്തിനകത്ത് ഇസ്രായേലിന്റെ ചാരന്മാര് ഉണ്ടെന്ന് പറയുന്നത് പോലെ ഇവര് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി നിർത്തിയിരിക്കുന്ന ആ വിഷ്വൽസ് ആണ്. ആ റൂട്ട് മാപ്പ് അടക്കം, ആ വിഷ്വൽസ് ഞാൻ കണ്ടായിരുന്നു. അതിൽ റൂട്ട് മാപ്പ് ഇതാ ഇവിടെയാണ് ഹാഫിസ് ചെയ്തിരിക്കുന്നത്, ഇതാ ഇവിടെയാണ് അയാള്, ഇത്ര സുരക്ഷ ഇവിടെയുണ്ട്. അത് ഇന്ത്യൻ പട്ടാളത്തിന്റെ കയ്യിൽ കിട്ടാതെ നമ്മുടെ മാധ്യമങ്ങളുടെ കയ്യിൽ കിട്ടില്ലല്ലോ. അപ്പം സത്യം പറഞ്ഞാൽ പാകിസ്ഥാൻ ഞെട്ടിക്കാണും ഇതെങ്ങനെ പുറത്തു പോയെന്ന്. അത്ര കനത്ത, ഇയാൾ അവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് ഇയാളെ സുരക്ഷിതമായിട്ട് റൗണ്ട് അടിച്ച് പാകിസ്ഥാൻ പട്ടാളം കൃത്യമായി വെച്ചിരിക്കുന്നത്. എന്നിട്ട് പോലും അത് ചോർന്നു പോയി എന്നുള്ളതാണ്. അല്ല, അതിന് വേറൊരു കാര്യമുണ്ട്. പക്ഷേ അത് പട്ടാളത്തിന്റെ സൈന്യത്തിന് ഇത് കിട്ടുന്നതല്ല. ഇത് നമ്മളിപ്പോ നാഷണൽ മീഡിയാസ് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ മിക്കവാറൊക്കെ ഡിബേറ്റിന് പാകിസ്ഥാനിൽ നിന്നുള്ള ജേർണലിസ്റ്റുകള്, പാകിസ്ഥാനിൽ നിന്നുള്ള ആക്ടിവിസ്റ്റുകള്, പാകിസ്ഥാനിൽ മുൻ സൈന്യ ഉദ്യോഗസ്ഥരൊക്കെ അവിടുത്തെ ലൈവായിട്ട് പങ്കെടുക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് ഈ ആധുനിക ടെക്നോളജി ആയതുകൊണ്ട് പാകിസ്ഥാനിൽ ഇരുന്ന് തന്നെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റും. ഇവിടെയുള്ള എല്ലാവരും ഇത് നമ്മൾ വിചാരിക്കും പാകിസ്ഥാനോട് നമുക്കൊരു ബന്ധമില്ലെന്ന്. പക്ഷെ നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാകിസ്ഥാനിലൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉള്ളവരുണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉള്ളവരുണ്ട്. ഇത് നമ്മുടെ ഇപ്പൊ നമ്മളൊരു മാധ്യമ പ്രവർത്തനം, നമ്മൾ എങ്ങനെ സോഴ്സ് കണ്ടെത്തുന്നു? നമ്മളിപ്പോ നോർത്ത് ഇന്ത്യയിലുള്ളത് നമുക്ക് ഉള്ള അവിടുത്തെ നോർത്ത് ഇന്ത്യയിലെ ആൾക്കാരിൽ നിന്ന് നമുക്ക് കിട്ടാറില്ലേ? ഇപ്പൊ ഹിന്ദി സംസാരിക്കുന്നവരും ബംഗാളി സംസാരിക്കുന്ന അവർ നമുക്ക് വീഡിയോ അയച്ചു തരാറില്ല. അത് നമ്മുടെ സോഴ്സ്, അത് സൈന്യം തരുന്നതോ പോലീസ് തരുന്നതോ അല്ല. അവർക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ ശരി, വീഡിയോ ഇട്ട് തരാം, അല്ലെങ്കിൽ വീഡിയോ ഞങ്ങളുടെ ഉണ്ട് ഞങ്ങൾ തരാം എന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് തരാറുണ്ട് പലപ്പോഴും. അതെന്തുകൊണ്ടാണ് തരുന്നത് എന്ന് ചോദിക്കുന്നത്, അത് ഒരു മാധ്യമങ്ങൾ, നമ്മളെപ്പോലെ ചെറിയൊരു മാധ്യമത്തിന് അത് കഴിയുമെങ്കിൽ നമ്മുടെ നാഷണൽ മീഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സെറ്റപ്പ് ഉള്ള മീഡിയാസ് ആണ്. അവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇങ്ങനെയുള്ള വിഷ്വൽസ് എടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് ഒരു വീഡിയോ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇപ്പോഴത്തെ നമ്മുടെ വാർത്തകൾ കൊടുക്കുന്നത്, അതായത് പോലീസും സൈന്യം നമ്മൾ ഏറ്റുമുട്ടിയ വീഡിയോസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഏതായാലും ഖൈബർ പക്തൂൺ മേഖലയിൽ പോയിട്ട് നമ്മുടെ സൈന്യത്തിന് കിട്ടിയ രഹസ്യം ഒരിക്കലും മാധ്യമങ്ങൾക്ക് അത് കൊടുക്കാറില്ല. അപ്പം അതായത് നമ്മുടെ മാധ്യമങ്ങൾക്കുള്ള കപ്പാസിറ്റി പോലും പാകിസ്ഥാൻ ഇല്ല എന്നുള്ളതാണ്. അതായത് അവരെന്ത് രഹസ്യമാക്കി വെക്കാൻ ആഗ്രഹിക്കുന്നു അത് നേരെ ഇപ്പോൾ നമ്മുടെ മീഡിയാസ് ആണ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്, ഇന്നടത്ത് ഇരിക്കുന്നുണ്ടെന്ന്. അപ്പൊ ആ പാകിസ്ഥാൻ ചിന്തിക്കുന്നത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടുത്തെ മീഡിയാസ്, ലോക്കൽ മീഡിയ പോലും കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ സൈന്യത്തിന്റെ ഇന്റലിജൻസ് സംവിധാനം എന്തായിരിക്കും? അപ്പൊ അവരത് ശരിക്കും ഭയക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. അത് നേരത്തെ പറഞ്ഞത് കറക്റ്റ്. ഈ ആഫീസ് മറ്റേ ഈ നമ്മുടെ ഷഹബാസ് ഷെരീഫിനെ കൊണ്ടുവന്നിട്ട് അവർ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അത് റാവൽപിണ്ടി എന്ന് പറഞ്ഞാൽ അവരുടെ കരസേനയുടെയും അവരുടെ സൈനിക ആസ്ഥാനമാണ്. പിന്നെ ഇപ്പൊ കേൾക്കുന്ന മറ്റൊരു വാർത്ത, അവിടെ നിന്ന് അവര് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അതായത് ഇപ്പൊ ആക്രമിക്കുകയാണെങ്കിലും ഒരു ഡെമ്മി പോലെ അത് നിൽക്കട്ടെ, കെട്ടിടം പോകുന്നെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ. ഒപ്പം തന്നെ POK അടക്കം അവർ സ്കൂളുകളും കോളേജുകളും ഒക്കെ അടച്ചിടാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സർക്കാർ ഓഫീസുകൾ അടച്ചിടാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കാരണം അതിനൊക്കെ നേരെ ചിലപ്പോൾ അറ്റാക്ക് വരും. ഇവരെന്തിനാണ് ഈ സ്കൂളും കോളേജും ഒക്കെ അടച്ചിടാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലോകത്തെല്ലായിടത്തും കാണാറുണ്ട് ഭീകരവാദികൾ കൂടുതലും അവരുടെ ഗോഡൌൺ ആയിട്ട് കരുതുന്നത് സ്കൂളും ഹോസ്പിറ്റലും ഒക്കെയാണ്. ഹമാസിന്റെ ഒക്കെ നമുക്കറിയാം, അവരുടെ മിസൈലും ആയുധങ്ങളും ബോംബും ഒക്കെ സൂക്ഷിക്കുന്ന ഈ ഹോസ്പിറ്റലിനകത്താണ്. കാരണം ഹോസ്പിറ്റൽ ഒരിക്കലും ആക്രമിക്കില്ല എന്ന ധാരണയിലാണ് അവരത് ചെയ്യുന്നത്. പാകിസ്ഥാനും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഭീകരവാദികൾ ചെയ്യുന്നത്. അതുപോലെ ലഷ്കർ തോയ്ബയുടെ ആസ്ഥാനം തകർക്കും എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെയാണ് പാകിസ്ഥാൻ പറയുന്നത്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ മാരകമാണ് അവിടുത്തെ ജനങ്ങൾ കുറെ അധികം പേര് ദൈവത്തെ പോലെ കാണുന്ന ഹാഫിസ് സയ്യിദ്, ദാവൂദ് ഇബ്രാഹിം, ഇല്ലെങ്കിൽ അത് കണക്കുള്ള കൊടും ഭീകരർ, ഇല്ലെങ്കിൽ ലഷ്കർ തോയ്ബയുടെ ആസ്ഥാനം. കാരണം അവരെ സംബന്ധിച്ച് അത് സഹിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ തീവ്രവാദികളായിട്ടുള്ള ആ നേതാക്കന്മാരെ കൊല്ലുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഷഹബാസ് ഷരീഫിനെ തട്ടിയാൽ പോലും പാകിസ്ഥാനിലേക്ക് വലിയ വിഷമം കാണത്തില്ല.
കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു എന്താണ് ഒരു ലീഡറാണ്, അവരുടെ വീരനായകന്മാരാണ്. അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നൊരു തോന്നലുണ്ട്. അതാണ് അവരെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. അതല്ലാതെ പാകിസ്ഥാനെ ആക്രമിക്കും എന്നുള്ള ഒരു ഭയം അവർക്കും ഇല്ല, നമ്മൾ അവരോട്ട് ആക്രമിക്കാനും പോകുന്നില്ല. കാരണം അത്ര ലാർജ് സ്കെയിലിലേക്ക് ഒരു വാർ പോകുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, പാകിസ്ഥാൻ അതേ ദിവസം ഇന്ത്യയായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം ഫ്യൂവൽ അവർക്ക് നമ്മുടെ അത്രയും ശേഖരിച്ച് വെക്കാനുള്ള കപ്പാസിറ്റി ഇല്ല അവർക്ക്. അവർക്കൊരു 2 3 ദിവസത്തേക്കുള്ള കരുതൽ ഓയിൽ ശേഖരം മാത്രമേ അവർക്കുള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് 10 15 ദിവസം വരെയൊക്കെ നമുക്ക് ആ ഓയിൽ ശേഖരം നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഓയിലിന് വേണ്ടി തന്നെ ആയിരിക്കും. പെട്രോളും ഡീസലും അടക്കമുള്ള ഓയിലിനായിരിക്കും. അപ്പൊ അത് നമുക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഫുൾ സ്കെയിൽ വാറിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ പറ്റൂ. ഇല്ലെങ്കിൽ അതിന് നമുക്കൊരു നല്ല ഫ്ലോ വേണം, ഒരു ചെയിൻ വേണം, അതിന്റെ ഒരു സപ്ലൈ ഫ്ലോ വേണം നമുക്ക്, ഇല്ലെങ്കിൽ സപ്ലൈ ചെയിൻ വേണം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് റഷ്യയൊക്കെ അത് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പൊ അത് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യം. കാരണം പാകിസ്ഥാനെ നമുക്ക് കടലിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പൊ അതെല്ലാം ഉറപ്പുവരുത്തിയിട്ടാണ് ഒരു സൈന്യം യുദ്ധത്തിനായിട്ട് ഇല്ലെങ്കിൽ ഒരു അറ്റാക്കിന് പോകുന്നത്. കാരണം നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് വേണ്ട സാധനങ്ങൾ അതിന്റെയൊക്കെ ഒരു ലഭ്യത നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് ആദ്യം. അതായത് നമുക്ക് ഇപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന ബുള്ളറ്റ് തോക്കുകളാണെങ്കിലും ആയുധങ്ങൾ അതിന് ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ അത് തന്ന രാജ്യങ്ങളുണ്ടാകും. ഇപ്പം ഇസ്രായേൽ തന്നതാണോ, അല്ലെങ്കിൽ സ്വീഡൻ തന്നതാണ്. ഇപ്പൊ സ്വീഡൻ കഴിഞ്ഞ ദിവസം കുറെ ആയുധങ്ങൾ നമുക്ക് എത്തിച്ചു. കാരണം നമ്മൾ അവരുമായിട്ടുള്ള എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് നൽകാനുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പൊ കൂടുതൽ സാധനങ്ങൾ എത്തിക്കാനുള്ള ആ ഒരു ചങ്ങല അല്ലെങ്കിൽ ആ ഒരു ചെയിൻ നമ്മൾ ആദ്യം തന്നെ ക്ലിയർ ആയി. അതെല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ ഓയിലിന്റെ കാര്യം, പിന്നെ നമ്മൾ നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള ഡിപ്പോളും മറ്റുമൊക്കെ ഇതാക്കണം. കാരണം ഒരു ഷോർട്ടേജ് ഉണ്ടാകാൻ പാടില്ല, ക്ഷാമം ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ പെര കത്തുമ്പോൾ വാഴ വെട്ടുന്ന കുറെ ഊളകൾ ഈ നാട്ടിലുണ്ട്. അവര് രാജ്യദ്രോഹികൾ എന്ന് തന്നെ പറയാം. ഇപ്പൊ ഇന്നത്തെ ദിവസത്തെ ഒരു പ്രധാന വാർത്ത എന്ന് വെച്ചാൽ ഒരാൾ പോയിട്ട് സുപ്രീം കോടതി കൊണ്ട് ഒരു ഹർജി കൊടുത്തിരിക്കുന്നു. ആ ഹർജിയിലെ പ്രധാന ആവശ്യം പൽഗാം നടന്ന ഭീകരാക്രമണത്തെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ്. കോടതി ചോദിച്ചത്, നിങ്ങൾക്ക് എങ്ങനെ ഈ സമയത്ത് ഇത് കൊണ്ടുവരാൻ തോന്നി? ഇന്ത്യക്കാരിലെ ഒറ്റക്കെട്ടാണ് നിൽക്കുന്ന സമയത്ത് സൈന്യത്തിന്റെ മനോവീര്യം തകർക്കുന്ന തരത്തിലേക്ക് അയാൾ കൊടുത്തത് കുറെ കാര്യങ്ങൾ. അത് ഇന്ത്യയിൽ പരാജയമൊക്കെയാണ്. അത് കാരണം ഒരു കാര്യം കൂടെ ആലോചിക്കണം, ഇന്ത്യ പോലൊരു രാജ്യത്ത് മാത്രമേ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഹർജി കൊടുക്കാൻ പറ്റൂ എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. പാകിസ്ഥാനിലാണെങ്കിൽ ഈ ഹർജിയും കൊണ്ട് പോയെങ്കിൽ പോകുന്ന വഴിക്കാൻ അവനെ തട്ടിക്കളഞ്ഞേനെ. വേറെ ഏതെങ്കിലും രാജ്യത്ത് നടക്കുമോ അവന് ഹർജിയും കൊണ്ട് ചെല്ലാൻ പറ്റും? കാലേ വാരി നിലത്തിടിക്കില്ല, പിന്നെ അവനില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ ഇവിടെ അത് ഹർജി കോടതി വന്നു. കോടതി പറഞ്ഞത് ഈ സമയത്തല്ല അത് നിങ്ങൾ ചെയ്യേണ്ടത്. ചിലപ്പോൾ രണ്ട് കാര്യത്തിനായിരിക്കും. ഒന്ന്, ഈ ചില ആൾക്കാരുണ്ടല്ലോ ഈ എന്തെങ്കിലും സംഭവം നടക്കുമ്പോൾ ഫേമസ് ആകാൻ വേണ്ടിയിട്ട് ചെല്ലും, പേരെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തതാകാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ രാജ്യം നശിച്ചാലും കുഴപ്പമില്ല. പിന്നെ അത് അത് കണ്ട് സന്തോഷിക്കുന്ന കുറെ, കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അതാണ് നമ്മൾ കണ്ടത്. ഞാൻ പറയാം, അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ ഞാൻ ഈ ഹർജിയുടെ കാര്യം പറഞ്ഞ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഏതായാലും പാകിസ്ഥാൻ അത്തരത്തിലൊരു വലിയ ഭയത്തിലാണ്. ഒപ്പം തന്നെ ഈ ഇപ്പൊ ഈ പൽഗാവ് അതുപോലെ തന്നെ അനന്തനാഗിലൊക്കെ സെർച്ചിങ്, അതായത് ഭീകരക്കാരുടെ സെർച്ചിങ് 72 മണിക്കൂർ കൂടി തുടരാനാണ് ഇപ്പോൾ പോലീസിനും മറ്റും ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ഏതായാലും നമ്മൾ നമ്മുടെ അതിർത്തികളിലൊക്കെ ജാമർ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മളതിനെ ഒഫീഷ്യലായിട്ട് പറയുന്ന കാര്യങ്ങൾ, ഈ ജാമർ നമ്മളിപ്പോൾ വിമാന സർവീസ് നിർത്തലാക്കിയല്ലോ, അവരുടെ വിമാനത്തിൽ ഫ്ലൈ ചെയ്യാനുള്ള നമ്മുടെ ആകാശപാത കൊടുക്കുന്നില്ല. അത് അവരുടെ നാവിഗേഷൻ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അത് യുദ്ധത്തിന് മുന്നോടിയായിട്ട് തന്നെ ആകണം അത് ചെയ്തിരിക്കുന്നത്. കാരണം 2 പർപ്പസ് ഉണ്ട് ജാമറുകൾ സ്ഥാപിക്കുന്നത്. കാരണം അപ്പുറത്തുള്ള സിഗ്നൽസ്, അതായത് ഈ ഭീകരവാദികളും മറ്റുള്ളവരും സാധാരണ ചെയ്യുന്നത് അവരുടേതായ യൂട്യൂബ് ചാനൽസ്, ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാന്റെ യൂട്യൂബ് ചാനൽസ് നിരോധിച്ചു, ഇല്ലെങ്കിൽ അവരുടെ നമ്മുടെ ടി വി ചാനലുകൾ നിരോധിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സുലഭമായിട്ട് കാശ്മീരിലടക്കം പലയിടത്തും അത് കിട്ടും. കാരണം ഇതിനത് ഈ മറ്റു റിസീവർ വഴിയും ഒക്കെ കൊണ്ടത് കിട്ടും. അങ്ങനെയുള്ളത് കിട്ടാതിരിക്കാനാണ് നമ്മൾ ഫുൾ ജാമർ ചെയ്യുന്നത്. ഒപ്പം തന്നെ പട്ടാളത്തിന്റെ അവിടെ നിന്നുള്ള കാര്യങ്ങൾക്ക് സിഗ്നൽസ് മറ്റാർക്കും കിട്ടാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജാമറുകൾ സാധാരണഗതിയിൽ വെക്കാറുള്ളത്. അപ്പൊ ആ ഒരു പർപ്പസിനായിരിക്കും നമ്മൾ വെച്ചിരിക്കുന്നത്. ഏതായാലും അത് എവിടെയാണ് അതിർത്തിയിൽ ജാമർ വിന്യസിച്ചു എന്നൊരു വാർത്ത മാത്രമാണ് വരുന്നത്. അതിനെക്കുറിച്ച് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒന്നും ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഈ വരുന്ന വാർത്തകളൊന്നും ഒഫീഷ്യൽ അല്ല. ഒഫീഷ്യലായിട്ട് സൈന്യം ഒരിക്കലും അവരുടെ നീക്കങ്ങളോ കാര്യങ്ങളോ പറയാറുമില്ല, പറയുകയുമില്ല. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് കിട്ടുന്ന സോഴ്സുകളും അവരിൽ നിന്ന് കിട്ടുന്ന അനുമാനങ്ങളുമാണ് പലപ്പോഴും ഇത്തരം വാർത്തകളുടെ ഒരു അടിസ്ഥാനം. ഏതായാലും ഒരുപക്ഷെ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ഓഫീസേഴ്സ് അവർ റിട്ടയർഡ് ആയി കഴിയുമ്പോൾ അവരുടെ ആത്മകഥയിലോ ഇല്ലെങ്കിൽ അവരെവിടെയെങ്കിലും പ്രസംഗിക്കുമ്പോഴോ ഒക്കെ ആ ഒരു സമയത്തെ കാര്യങ്ങൾ അവർ വിശദീകരിക്കും. അപ്പോൾ മാത്രമായിരിക്കും നമുക്ക് അതിന്റെ ഒരു കൗതുകവും രസകരവുമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ പിന്നൊരു വാർത്തയോടെ കേൾക്കുന്നു, ഇന്ത്യ അതിർത്തി കടക്കില്ല, പകരം ഇന്ത്യ കടലിൽ നിന്നും കരയിൽ നിന്നും ആകാശത്ത് നിന്നും ഒക്കെ അതിർത്തി കടക്കാതെ തന്നെ കൃത്യമായ സ്പോട്ടുകളിൽ ആക്രമിക്കും എന്നൊരു വാർത്തയാണ് കേൾക്കുന്നത്. ഏതായാലും നമുക്ക് എല്ലാവരും പെർമിഷൻ തന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഭീകരവാദത്തെ ആക്രമിക്കാൻ ഇന്ത്യക്ക്, ഭീകരവാദികളെ തുരത്താൻ അല്ലെങ്കിൽ ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇന്ത്യക്ക്
അധികാരമുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ തുടക്കം മുതൽ ഇന്നേ നിമിഷം വരെ പാകിസ്ഥാൻ എന്നുള്ള രാജ്യത്തിന്റെ പേരേ പറഞ്ഞിട്ടില്ല. ഭീകരവാദികളെ തകർക്കും, ഭീകര കേന്ദ്രങ്ങൾ തകർക്കും, ഭീകരവാദികൾക്ക് ബാക്കപ്പ് ചെയ്യുന്നവരെ ചെയ്യുമെന്നാണ്. ഇതിനോടനുബന്ധിച്ച് കേട്ട മറ്റൊരു കൗതുകകരമായ വാർത്ത, ഈ യുദ്ധത്തിന്റെ ഒരു സന്ദേശം വന്നപ്പോൾ തന്നെ പാക് നേവി മേധാവി, നാവികപ്പടയുടെ മേധാവി കരസേനാ മേധാവിയോട് ചോദിച്ചു, നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചതായിട്ട് ചില മാധ്യമങ്ങൾ, ഇതൊന്നും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല, അന്തർദേശീയ മാധ്യമങ്ങളിൽ വന്നതാണ്. അപ്പൊ എന്താണ് കാര്യമെന്ന് വെച്ചപ്പോൾ നമുക്ക് ആകെ ഉള്ളത് 8, അത് നമ്മൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. 8 അന്തർവാഹിനികളാണ് ഉള്ളത്. അതിൽ 6 കട്ടപ്പുറത്താണ്. ഈ 2 വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത്. കാരണം അതാണ് അവിടുത്തെ പരിതാപകരമായ അവസ്ഥ. അതുപോലെ തന്നെ ഈ നാവികസേനയിലൊന്നും അവർക്ക് സൈന്യം പേര് വളരെ കുറവാണ്. കുറവെന്ന് വെച്ചാൽ പലരും ഇല്ല, സാലറി ഇല്ലാത്തതാണ് ഒരു പ്രധാന പ്രശ്നം. ഈ സൈന്യത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാലറിയും മറ്റുള്ള ബെനിഫിറ്റ് അവരെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ്. അതൊക്കെ വളരെ കുറവാണ്. അങ്ങനെ പോകുന്നൊരവസ്ഥ. പിന്നെയാണ് കൈവർ പക്തൂൺ മേഖലയിൽ പോലീസും സേനയും തമ്മിലുള്ള ഒരു അവസ്ഥ. അതായത് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ അടിക്കുന്നത്. അതിനിടയിൽ നമ്മുടെ രാജ്യത്തും കുറെ കുഴിത്തുരുമ്പോളുണ്ട്. അവരാണ് ഈ ഹർജിയും കൊണ്ടുപോകുന്നതും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതും ചാനൽ ചർച്ച നടത്തുന്നതൊക്കെ. പക്ഷെ പാകിസ്ഥാനിൽ അത് കുറച്ചുകൂടെ രൂക്ഷമായ അവസ്ഥയിലാണ്. അത് അവരുടെ രാജ്യത്ത് കലാപങ്ങളായിട്ടും യുദ്ധങ്ങളായിട്ടും ഒക്കെ മാറുകയാണ്. ഇതാണ് ഇപ്പോൾ നമുക്ക് ഉള്ള കറന്റ് സിറ്റുവേഷൻ. താങ്ക് യു വിജയേട്ടാ.